السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയങ്കരായ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരിമാരെ, ആഴ്ചയിൽ നടന്നു വരുന്ന CD ടവറിൽ നടക്കുന്ന നമ്മുടെ ക്ലാസ് ഇന്ന് അല്പം വൈകിയാണ്. ഗാഡി ആടി വരികയാണ്. അല്പം വൈകി. കാരണം നിങ്ങൾക്കറിയാം, ഒരു ട്രാഫിക് മത്സരമാണ് പുറത്ത്. ഒരു മത്സര ലോകം ഉണ്ടവിടെ. അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, അത്രയും പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നടന്നു വരുന്ന റൊട്ടീൻ വർക്ക് നടന്നു കൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ട് വന്നതാണ്. കാരണം ഇങ്ങോട്ട് കിടക്കാൻ കഴിയില്ല. നിങ്ങൾക്കാണ്ട് പോകുമ്പോൾ പോകാൻ കഴിയുമെന്നും അറിയില്ല. ചിലപ്പോൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ നമുക്കൊരു ആവശ്യമാണല്ലോ. ഏതായിരുന്നാലും നമ്മളുടെ ഈ ത്യാഗങ്ങളെല്ലാം നമുക്ക് മനോഹരമായൊരു യാത്രക്കുള്ളതാണ്. ആ യാത്ര അനുഗ്രഹീതമായി തീരാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയുമൊക്കെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലായിക്കത്തുകളോടൊപ്പം 70,000 മലക്കുകളുടെ സാന്നിധ്യം നമുക്കുണ്ടാവണം. ഒരു മലക്കേ നമ്മുടെ റൂഹിനെ പിടിക്കുന്നുള്ളൂ. പക്ഷെ 70,000 മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും ഒരു മുവഹിദ് മരിക്കുമ്പോൾ. 70,000 മലക്കുകളെ, 1, 2, 10, 100 ഒന്നുമല്ല, 70,000 മലക്കുകൾ, ഒരു മുവഹിദായ മനുഷ്യൻ. അപ്പം അതൊരു വലിയ അനുഗ്രഹീതമായ സംഭവമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, വിശ്വാസിയായ ഒരു മനുഷ്യൻ, ഇദാ കാന ഫിൽ ഇഖ്ലാഇ മിന ദുനിയാവെന്ന് വേർപ്പെടുമ്പോൾ വ ഇഖ്ബാലു ഇലൽ ആഖിറ, പരലോകത്തേക്ക് എത്തിച്ചേരാൻ ആവുകയും ചെയ്യുമ്പോൾ, നസല ഇലൈഹി മലായികത്തു മിനസ് സമാ, ആകാശത്തുനിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാനമിറങ്ങും. എങ്ങനെയുള്ള മലക്കുകൾ അറിയാം? ബീലുൽ വുജൂ, സുസ്മേരവദന്മാരായ, കഅന്ന വുജൂഹു മുഷംസ്, ആ മലക്കുകളുടെ മുഖം സൂര്യനെപ്പോലെ പ്രശോഭിതമായിരിക്കും. അത്രയും പ്രശോഭിതരായ മലക്കുകൾ നമ്മളുടെ അടുത്തേക്ക് വരും. മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവർ വരുമ്പോൾ നമ്മളുടെ റൂഹിനെ കഫൻ ചെയ്യാനുള്ള കഫൻ തുണി സ്വർഗത്തുനിന്ന് കൊണ്ടുവരും. ആ വിഭാഗം ആളുകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോൾ മരണപ്പെട്ടാലും അള്ളാഹുവിൻ്റെ തഹിയ്യത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് യാത്ര പോകാൻ, അഥവാ മരിക്കുന്ന സമയത്ത് അള്ളാഹു മുഖാമുഖം വിളിക്കുന്ന ഒരു സന്ദർഭം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലേ? മരണം ഏതായാലും നമുക്ക് ഉറപ്പാണ്, നമ്മൾ കാത്തിരിക്കുകയുമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഏത് സമയത്തും ആ ഒരു വിരുന്ന് സൽക്കാരം കിട്ടാൻ വേണ്ടി ഇനി അതേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മളൊക്കെ കൂടെ ഉണ്ടായിരുന്ന പലരും പോയി. അവരൊക്കെ പോയത് കാണുമ്പോൾ നമ്മളെക്കാൾ 5 വർഷം മുമ്പും 10 വർഷം മുമ്പും ഒക്കെ നമ്മളെക്കാൾ ഇളയവർ പോയിട്ടുണ്ട്, അല്ലേ? പ്രായം കുറഞ്ഞവർ. അപ്പം അത്തരം ആളുകളൊക്കെ യാത്രയായി, നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാത്തിരിപ്പ് അള്ളാഹു അനുഗ്രഹീതമാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു യത്നത്തിലാണ് നമ്മുടെ ഈ പ്രവർത്തനം. അള്ളാഹു പറഞ്ഞില്ലേ, വിശ്വാസിയായ മനുഷ്യൻ മരിക്കുമ്പോൾ മലക്കുകൾ ഇറക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു ഈ മനുഷ്യനെ മുഖാമുഖം വിളിക്കും. സാധാരണഗതിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ICUയിലും അതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെ കിടക്കുന്ന സമയത്താണ് അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചു ഇതാ പോരുകയാണ്. അവസാനത്തെ നിമിഷമാണ് വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക്, റബ്ബിങ്കിലേക്ക് മടങ്ങാം. ഇനി ഒട്ടും താമസിക്കേണ്ട. ഇർജി ഇലാ റബ്ബിക്, എങ്ങനെ മടങ്ങാം? റാലിയത്തൻ മർലിയത്തൻ, നിങ്ങൾക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹു നിങ്ങൾ ആ നിലയ്ക്ക് ജീവിച്ചതിന് പ്രതിഫലം നൽകുന്നതിന് തൃപ്തിപ്പെട്ടുകൊണ്ടും നിങ്ങൾക്ക് മടങ്ങാം. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി, എൻ്റെ ഉന്നതന്മാരായ അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും സാലിഹീങ്ങളും ഒക്കെ പ്രവേശിച്ച സ്വർഗത്തോപ്പിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് ഭൂമിയിൽ നിന്ന് റൂഹ് വിട പറയുമ്പോൾ അള്ളാഹു മുഖാമുഖം തഹിയ്യത്ത് നിസ്കരിക്കുന്നത് പോലെ തഹിയ്യത്തിൻ്റെ വചനം നമ്മളെ കാതിൽ കേൾപ്പിച്ചുകൊണ്ട് അള്ളാഹു കൊണ്ടുപോകും. ആ നിലക്ക്
ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം, വെള്ളിയാഴ്ചയും വിശ്വാസിയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പസമയം. ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അത് സമാനായതുണ്ട്, കാലുള്ളതുണ്ട്, മക്കാനായതുണ്ട് അല്ലേ. ഇപ്പം ഹറമൈൻ, രണ്ട് സ്ഥലവും എന്താ പവിത്രമായ സ്ഥലമാണ് അല്ലേ. അവിടെ അതിനെ ആദരിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ പറയുന്നു, വമൻ യുഅല്ലിം ശആയിർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ ആദരിക്കുക എന്നത് ഫൈന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്കേ കഴിയുകയുള്ളൂ. ഏത്? അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ ആദരിക്കാൻ മതചിഹ്നങ്ങളിൽപ്പെട്ട ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മക്കാനിയായതുണ്ട്, സമാനിയായതുണ്ട്. അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ സൂറത്ത് ഹജ്ജിൽ തന്നെ ഒരു കുറച്ചുകൂടി വന്നാൽ 31-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹ് പറയുന്നു, വമൻ യുഅല്ലിം ഹുറുമാത്തില്ല, അള്ളാഹുവിൻ്റെ പവിത്ര വസ്തുക്കളെ ആരെങ്കിലും ആദരിച്ചാൽ ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പവിത്രമായ പരിപാവനമായ ഒരു ദിവസമാണ്. സാധാരണ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം കാണുന്നത് പോലെ ഒരു സത്യവിശ്വാസി വെള്ളിയാഴ്ചയെ കാണരുത്. വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം റസൂലുള്ള പറഞ്ഞ വാക്ക് കേട്ടാൽ നമ്മൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോകും. ഹിയ അഅ്ലമുൻ, ഏറ്റവും മഹത്തരമാണ്. എന്തിനേക്കാൾ? മിൻ അയ്യാമിൽ അദ്ഹ, ബലിപെരുന്നാളിനേക്കാൾ, വ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ നമസ്കാരമുള്ള ദിവസത്തേക്കാൾ, ചെറിയ പെരുന്നാൾ ദിവസത്തേക്കാൾ, ബലിപെരുന്നാൾ ദിവസത്തേക്കാൾ ആദരണീയമാണ്. ഏത്? വെള്ളിയാഴ്ച. ചെറിയ നാളിനും വലിയ നാൾക്കും എത്ര സന്തോഷം ഉണ്ടാവില്ലേ? അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. മുസ്ലിങ്ങളായ മുജാഹിദുകളായ നമ്മളത് അറിഞ്ഞില്ലല്ലോ. പല പള്ളികളിലും വെള്ളിയാഴ്ച ജുമാക്ക് വരെപ്പോഴാണ് ഖത്തീബ് രണ്ടാമത്തെ ഖുത്ബ അവസാനിപ്പിക്കുന്ന സമയത്താണ് അല്ലേ, പലയിടങ്ങളിലും. കാരണം നമുക്കതിൻ്റെ ഗൗരവം അറിയില്ല. ഇത് നേരെ മറിച്ച് പെരുന്നാൾക്ക് അങ്ങനെ പോവുമോ? പെരുന്നാൾക്ക് 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്ക് പോകും? 6:30 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും അല്ലേ? എത്തിയില്ലേ? പക്ഷേ 12:40 ജുമാ എടുക്കുന്ന പള്ളിയിൽ പോലും 12:30 വരെ പല സ്ഥലത്തും നിൽക്കുകയായി. ചിലവർ പീടിയെ കുതിരിക്കുകയാണ്. നല്ല കച്ചവടമാണ് അവിടെ. പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, ഓനക്ക് ബാങ്ക് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ പറയാം അല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ കേട്ടു വരുന്നതാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഹി അഅ്ലാമു ദീനിഹി വ മലാഹിറുല്ലദി ശറഅഹ വ അമറഹു ബിഹാ ഇബാദഹു, തൻ്റെ ദാസന്മാരോട് മതനിയമമായി അള്ളാഹു നൽകിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പവിത്രമായ കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ അതൊക്കെ പെടും. ജുമാ മാത്രമല്ല, സാധാരണ നമസ്കാരം മാത്രമല്ല, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതിനൊക്കെ ആദരിക്കണം. ഇതൊക്കെ ഫൈനഹ മിൻ തഖ്വൽ ഖുലൂബ്, മനസ്സിൻ്റെ അകത്ത് തഖ്വയുള്ളൊരു അടയാളം. അല്ലാത്തവർക്ക് എന്ത് ജുമാ, എന്ത് വെള്ളിയാഴ്ച? നമ്മൾ പറയാറില്ലേ അന്തപ്പൻ എന്ത് വെള്ളിയാഴ്ച? അപ്പം വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം കൃത്യമായി ബോധ്യപ്പെടുക. റസൂല പറയാണ്, ഖൈറു യൗമിൻ, ഏറ്റവും ഉത്തമമായ ദിവസമാണ് തലാഅത്ത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം. 365 ദിവസവും സൂര്യൻ ഉദിക്കും അല്ലേ. എന്നാൽ സൂര്യൻ ഉദിക്കാത്തൊരു ദിവസം അതെപ്പോഴാ? സൂര്യൻ മഗ്രിബിൽ നിന്ന് പടിഞ്ഞാറുന്ന് ഉദിക്കും. അതെപ്പോഴാ? അത് ലോകാവസാനത്തിൽ എന്നാ. മറ്റേ കിഴക്കുന്ന ഉദിക്കുമല്ല എല്ലാ ദിവസവും. അപ്പം സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഖൈറായ ദിവസമാണ്. റസൂലുള്ള പറയുകയാണ്, ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, 365 ദിവസങ്ങളിൽ ഏറ്റവും സയ്യിദായ ദിവസമാണ് വെള്ളിയാഴ്ച. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ സയ്യിദാണ്. തീർന്നില്ല. വഅഅ്ലമുഹ ഇൻദല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ആ ദിവസം മഹത്തരമാണ്. വഹു അഅ്ലമു ഇൻദല്ലാഹി മിൻ യൗമിൽ അദ്ഹ വ യൗമുൽ ഫിത്ർ, ബലിപെരുന്നാളിനേക്കാൾ, ചെറിയ പെരുന്നാളിനേക്കാൾ മഹത്തരമാണ് വെള്ളിയാഴ്ച. അപ്പോൾ കൽബിൽ പതിഞ്ഞുണ്ടാവും വിചാരിക്കും അല്ലേ വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം. അപ്പം അതിന് ഒരുപാട് ഒരുക്കങ്ങൾ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെള്ളിയാഴ്ചയുടെ പ്രാധാന്യമായിട്ട്, ഭൂമിയിൽ ആദ്യമായി അള്ളാഹു
മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച. ആരെ? ആദം നബി അലൈഹി ഇസ്ലാം അല്ലേ? റസൂലുള്ള പറഞ്ഞുകൊണ്ട് ഫീഹി ഖലഖല്ലാഹു ആദം, ഭൂമിയിൽ അള്ളാഹു വെള്ളിയാഴ്ചയാണ് ആദം നബിയെ സൃഷ്ടിച്ചത്, ഭൂമിയിലേക്ക് പൂജാതനാക്കിയത്. അള്ളാഹു പറഞ്ഞത് എല്ലാവരും പൊയ്ക്കോളി. അതെപ്പോഴാ പറഞ്ഞ്? സ്വർഗത്തിൽ നിന്ന് എപ്പോഴാ പറഞ്ഞ്? ലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിനൽ ളാലിമീൻ. സ്വർഗത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് നിങ്ങൾക്ക് അനുഭവിച്ച് ജീവിക്കാം. പക്ഷേ അള്ളാഹു ഒരു പ്രത്യേക മരം കാണിച്ചിട്ട് പറഞ്ഞു അത് ചെയ്യരുത്, അത് എടുക്കരുത്, അതിൻ്റെ മുകളിലേക്ക് അടുക്കരുത്. ലാ തഖറബ, ആദമിനോടും ഹവ്വാ ബീബിയോടും അള്ളാഹ് പറഞ്ഞു രണ്ടുപേരും അടുക്കരുത്. ഹാദിഹി ശജറ, ഈ മരം കൊള്ളെ അടുത്താലോ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളാവും. നിങ്ങൾ മൂമിനല്ല, മുത്തക്കുമല്ല, നിങ്ങൾ അക്രമിയാവും. പക്ഷേ പിശാജ് മനുഷ്യന്റെ ജന്മശത്രുവാണല്ലോ. ഫഅസല്ലഹുമ ശൈത്താൻ, പിശാജ് രണ്ടുപേരെയും പിഴപ്പിച്ചു. ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി, രണ്ടുപേരും ഉണ്ടായിരുന്ന സ്വർഗീയ ജീവിതത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കി. ഈ പുറത്താക്കിയിട്ട് ഭൂമിയിലേക്ക്, അതാണ് വഅഹ്ബത്തല്ലാഹു ആദമ ഇലൽ അർള്. റസൂലുള്ള പറയാൻ ഭൂമിയിലേക്ക് ആദമിനെ പറഞ്ഞയച്ച ദിവസവും വെള്ളിയാഴ്ച. അങ്ങനെ ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച. അള്ളാഹു സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആദമിനെ അയച്ചത് വെള്ളിയാഴ്ച. ഓ ഫീഹി തീബ അലൈഹി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരൊറ്റ കൽപ്പന കേട്ടോ ആദം നബി ധിക്കരിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും അള്ളാഹിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചതിന് എണ്ണും വണ്ണും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നമുക്ക് തന്നെ തലയിട്ടും മരിക്കണ്ടാന്ന് തോന്നിപ്പോവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 70,000 മലക്കുകൾ വരുന്നു. 70,000 മലക്കുകൾ അള്ളാഹിനെ ധിക്കരിച്ച് ഭൂമിയിൽ ജീവിച്ച് മരിച്ചോലെടുത്തേക്കും വരും. 70,000 മലക്കുകൾ. പക്ഷെ ഓല ഓടുന്നാ വരുന്നത്? നരകത്തുനിന്നാണ്. ഓല കയ്യിൽ എന്താ ഉണ്ടാകുക? ഓളുടെ കയ്യിലുണ്ടാവും ഒരു കഫൻ തുണി, അത് നരകത്തു നിന്നുള്ള ഒരു പുതപ്പിറ്റാണ് വരിക. എന്നിട്ട് റൂഹ് അതിൽ വെച്ചാൽ കൊണ്ടുപോവുക. ആകാശത്തേക്ക് ഈ റൂഹ് കയറുമ്പോൾ മറ്റ് മലക്കുകളുടെ ലോകത്തുള്ള മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഈ മ്ലേച്ഛനായ മനുഷ്യന് ആരാണ്? ഏതാണ് ഈ മനുഷ്യൻ? മരിക്കുമ്പോൾ അവിടെ ദുർഗന്ധം വരും. ഇവിടെ നമ്മളിതൊന്നും അറിയുന്നില്ല. മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ മയ്യത്തേറ്റ് പോകുന്നു, കബറടക്കുന്നു. അല്ലാതെ വാനലോകത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ലോകത്ത് ദുർഗന്ധം ഭയങ്കര വമിക്കും. അപ്പം ജീവിക്കുമ്പോൾ ആലോചിക്കണം, എൻ്റെ റൂഹ് മലക്കുകൾക്ക് മൂക്ക് പൊത്തേണ്ട അവസ്ഥയിലേക്ക് ദുർഗന്ധം വമിക്കുന്ന റൂഹായി മാറണോ, അതല്ല ഏറ്റവും നല്ല റൂഹായിട്ട് അള്ളാഹിൻ്റെ കോടതിയിലേക്ക് പോകണമൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. വളരെ ശ്രദ്ധിക്കണം. കാരണം ജീവിതത്തിന് ഇനി വളരെ കുറഞ്ഞ സമയം എനിക്ക് കൊള്ളൂ, വളരെ കുറിപ്പിട്ട സമയം, അല്ലാണ്ട് അമിതമായ ദിവസങ്ങളൊന്നുമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നത് വെള്ളിയാഴ്ച ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, വെള്ളിയാഴ്ച വന്നു അല്ലേ? സ്പീഡ് കൂടിപ്പോയി ദിവസങ്ങൾക്ക്, മണിക്കൂറുകൾക്ക്. നേരം വെളുത്തു അപ്പോഴേക്ക് 10 നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കെടുക്കാമെന്ന് വിചാരിച്ചത്, എന്നിട്ട് വീഡിയോ ഓർക്കാം അല്ലേ? അങ്ങനെ വിചാരിച്ചില്ലേ പല പ്രാവശ്യം? നാസറെ അവൻ്റെ മുഖത്തത് എഴുതി വെച്ചു. നിങ്ങൾ നാസറെ വിളിച്ചോണ്ട് ബേജാറാണ് കേട്ടോ. അവൻ്റെ നൈബറാണ് എന്ന് മാത്രമല്ല നമ്മളുടെ സ്വന്തം. അപ്പം അല്ല പേര് വിളിച്ചോണ്ടേ ഞാൻ ചെറുപ്പത്തിൽ അവനെ പഠിപ്പിച്ചതുണ്ടല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഓനെ ബീച്ചൊക്കെ ധരിച്ചുള്ളത്? എന്താ ഓ ചെറുപ്പക്കാരനാ കേട്ടോ. ഏത് ചെറുപ്പക്കാരനായാലും ഏത് വലിപ്പക്കാരനായാലും പോകേണ്ട സമയത്ത് പോകണം അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു 17 വയസ്സായ ഒരു കുട്ടിയാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ, ഒരു ഡിവൈഡറിൽ അല്ലേ? ആലോചിച്ച് നോക്കി ആ ഫോട്ടോ കാണുമ്പോഴേ ഏത് കൽപ്പ സഹിക്കുക. അത്രേ ഉള്ളൂ നമ്മളുടെ ജീവിതം. പക്ഷെ അതുവരെ നമ്മൾ ഭയങ്കരമായ അസൂയയും വാശിയും പകയും വിദ്വേഷവും ഒരു കൽപ്പനക്കും വിധേയമാകാതെ, അള്ളാൻ്റെ ഒരു കൽപ്പന നമ്മൾ എടുക്കൂല. പിന്നെ എടുക്കുക എപ്പോഴാ? മരിച്ചാൽ, അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വന്നാൽ ആരെ കണ്ടാലും സങ്കടം പറയും അല്ലേ? ദ്വാരക്കണം, നിങ്ങൾ ദ്വാരക്കണം, എനിക്ക് വേറൊന്നും വേണ്ട. ചിലർ ചെന്ന് കാണുമ്പോൾ സമാധാനിപ്പിക്കും. ഏത് ലാ ബഹ്സ ഇൻഷാ അല്ലാ തഹൂർ എന്നൊക്കെ പറയും. ഇവൻ അറബി തന്നെ പറയും, റസൂൽ പറഞ്ഞ മാതിരി തന്നെ. മലയാളിയായ ആളോട് പോയിട്ട് സമാധാനിപ്പിക്കുന്നതിന് അവൻ അറബിയിലാണ് പറയുക. അത് തന്നെ വേണ്ടതും. പക്ഷെ മറ്റവൻക്ക് ലാ ബഹ്സ ഇൻഷാ അല്ലാ തഹൂർ, ഒരു കുഴപ്പമില്ല, അള്ളാഹ് സമാധാനാക്കും, ശരിപ്പെടുത്തുന്നപ്പം പറഞ്ഞത്. പക്ഷെ മറ്റവൻ അറിയില്ല. അപ്പോഴും അവൻ പറഞ്ഞു നിങ്ങൾ ദ്വാരക്കാൻ.
ഓനറിയില്ല. ആലോചിച്ച് നോക്കുങ്ങൾ. അവസാനത്തെ നിമിഷം ഇന്നിപ്പോൾ വീട്ടിലെത്തിക്കോളന്നില്ല ഉണ്ടോ? ആരാപ്പൊന്ന് വീട്ടിലെത്തുന്ന ഉറപ്പ്? ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഒരു ഭാര്യയും ഭർത്താവും മാങ്കാവിൽ വെച്ചിട്ട് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഓർമ്മ ഉണ്ടാവും. ഭാര്യ വണ്ടിമേൽ നിന്ന് സ്കൂട്ടറിൻ്റെ ഗ്ലാസ് ഇല്ലേ അത് തട്ടിയിട്ട് ഭാര്യ വീണത് KSRTC ബസ്സിൻ്റെ ടയറിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് തല അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇവന് ഭാര്യൻ്റെ തലയെടുത്ത് കൈ പിടിച്ചിരുന്നു. ഞാൻ പിറ്റേ ദിവസം വരെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയപ്പം അയാളുടെ ഒരു മനക്കരുത്ത്, ഭയങ്കര ഏക്കയുള്ള കൽബായിരുന്നു. മുജീബിനോടുണ്ടാവും. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കഥ. ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയാൽ ഏതായിരുന്നാലും അവസാനത്തെ കർമ്മം അള്ളാൻ്റെ കലാമ് കേട്ടുകൊണ്ട് യാത്ര ആവാൻ കഴിഞ്ഞു. അള്ളാഹു അവരുടെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ നമുക്ക് വേണ്ടിയും നമ്മളുടെ മരണശേഷം പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടാവണം വേണ്ടേ? ഇപ്പം നിങ്ങളിവിടെ എല്ലാവരും വന്നു, നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇത് അഖ്ലിസു ഫീഹി ദുആ എന്ന് പറഞ്ഞില്ല, ആത്മാർത്ഥമായിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാക്കണം. അത് ദീനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കല്യാണത്തിന് പോയാൽ ഉണ്ടാവില്ല, നിങ്ങൾ എക്സിബിഷന് പോയാൽ ഉണ്ടാവില്ല, നിങ്ങൾ ലുലു മാളിൽ പോയാൽ കിട്ടൂല ഇത്തരം നല്ല കൂട്ടായ്മ കേട്ടോ, എവിടുന്നും കിട്ടൂല. അപ്പം ഇതൊരു തൗഹീദി കൂട്ടായ്മയാണ്. അതിന് പുറമെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടായ്മയാണ്. അപ്പം ആ കൂട്ടായ്മയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്, മറക്കണ്ട. ഏതായിരുന്നാലും ഞാൻ വിശദീകരിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഇന്ന് തന്നെയാണ്. പിന്നെ ഓ ഫീഹി തവഫല്ലാഹു ആദം, വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് അള്ളാഹു ആദം നബിയെ മരിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ കേട്ടു? ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച, പിന്നെ ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചത് വെള്ളിയാഴ്ച. വഫീഹി തീബ അലൈഹി, അദ്ദേഹം തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹിനോട് തൗബ ചെയ്തു അല്ലേ? അറിയാലോ, ഖുർആൻ പറഞ്ഞില്ലേ, ഫതലക്ക ആദം മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തെറ്റ് ചെയ്തു, സങ്കടത്തിൽ അകപ്പെട്ടു, അള്ളാഹിനോട് ഖേദിച്ചു മടങ്ങി, ആ തൗബ സ്വീകരിച്ചതും വെള്ളിയാഴ്ച. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചതും വെള്ളിയാഴ്ച കേട്ടോ. നമുക്കറിയാം അവർ തൗബ ചെയ്ത വാക്കുകൾ അല്ല പറയുന്നുണ്ട്. ഖാലാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി. എന്താ ചെയ്തു? ഒരൊറ്റ തെറ്റ്, ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് അടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളോടൊക്കെ തന്ന കൽപ്പനകളിൽ എത്ര കൽപ്പന ധിക്കരിച്ചു അല്ലേ? വല്ല ബോധവും നമുക്കുണ്ടോ? വല്ല സങ്കടമുണ്ടോ? ഏതെങ്കിലും നിലക്ക് നമ്മളെ കൽബിൻ്റെ അകത്ത് ഒരു ബോധം, അള്ളാഹുവെ പോകാനായി, ഇനിയെങ്കിലും തിരുത്തണം. മനുഷ്യനാണ്, വരും, തെറ്റൊക്കെ വരും. തെറ്റ് വരാത്തവൻ മനുഷ്യനെ അല്ല. റസൂലുള്ള പറഞ്ഞെന്താ? കുല്ലു ബനി ആദം ഹത്താവ്, ആദമിൻ്റെ മക്കൾക്ക് മുഴുവൻ തെറ്റ് വരും. തെറ്റില്ലാത്ത മക്കൾ ഉണ്ടാവില്ല. മഅ്സൂമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അതുമാത്രമല്ല, മുഹമ്മദ് നബിക്ക് തെറ്റുകൾ വരുമ്പോൾ ജീവിതകാലത്ത് തന്നെ അള്ളാഹു തിരുത്തിയിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴേക്കും, ഇപ്പം നമ്മൾ നമ്മളെ ഉമ്മാനോട് സംസാരിക്കും, കൈചൂട്ടി സംസാരിച്ച പാപല്ലേ അല്ലേ? ആരെങ്കിലും മാപ്പ് വയ്ക്കുമോ? അത് തെറ്റായിട്ട് ആരെയും കാണുമോ? ഇത്ര മക്കളുണ്ടാകാനറിയോ? മുണ്ടാണ്ടെന്നോളി തള്ളേ, ചിലക്കാണ്ടിരുന്നോളിന്ന് എന്നൊക്കെ പറയും അല്ലേ? പ്രത്യേകിച്ച് ഓൻ്റെ പൈസയിൽ ജീവിക്കുന്ന ആളും കൂടിയാണെങ്കിൽ, ഓൻ്റെ പൈസയുടെ തണലിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പം മാതാപിതാക്കൾ മക്കളെ പോറ്റി വലുതാക്കി ഓലൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇപ്പം മാതാപിതാക്കൾ മക്കളും, മക്കളിപ്പോൾ ബാപ്പിയാണ് പറയല്ലേ. യാതൊരു വഴിയില്ല, രക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക പാവം അല്ലേ? അതെന്താ? അതങ്ങനെ കഴിയൂ. തിരുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആണും പെണ്ണും ആർക്കും ആരോടും ബാധ്യതയില്ല. ആർക്കും സങ്കടപ്പെടുന്നവർ സങ്കടപ്പെടുക എന്നല്ലാണ്ട് കരച്ചിലിനോ വേദനക്കോ ഒരാളിൽ നിന്നും, ഒരു മക്കളിൽ നിന്ന് ഞാൻ അങ്ങനെ എന്തെന്ന് പറ്റിപ്പോയി എന്ന് ജീവിതത്തിൽ ഒരിക്കലും പറയില്ല. നമ്മളാരും പറഞ്ഞില്ല. നമ്മളെ മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞില്ല. ഒരു മരിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു, എന്ത്, എനിക്ക് മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഈ ബുദ്ധിയുള്ള കാലത്ത്. മറ്റേത് ഈ ബുദ്ധിയൊക്കെ മറിഞ്ഞില്ലേ, കാലം കഴിഞ്ഞില്ലേ? ആലോചിച്ചു നിങ്ങൾ, വല്ലാത്ത രംഗം അല്ലേ? ഏതായിരുന്നാലും അവരെല്ലാം പ്രാർത്ഥിച്ചു, റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ
ലനകൂനന്ന മിനൽ ഖാസിരീൻ, നാഥ നീ പുറത്തു തരുന്നില്ലെങ്കിൽ, നീ കരുണ ഞങ്ങളോട് കാണിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടപ്പെട്ട രണ്ട് ലോകവും നഷ്ടപ്പെട്ടതിൽ പെട്ടു. ഒരൊറ്റ തെറ്റിൻ്റെ പേരിൽ ആ പ്രാർത്ഥന ഇട്ടമറക്കണ്ട. അപ്പം അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ പഠിക്കുകയും ആ നിലക്ക് മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ ധിക്കാര മനോഭാവത്തോടു കൂടി അള്ളയും റസൂലും പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ജീവിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോവുക. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ റസൂല പറഞ്ഞു, വൈന്നൽ അബ്ദൽ കാഫിർ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ, വെള്ളിയാഴ്ച ആവട്ടെ, ജുമ ആവട്ടെ, ഇനി റമളാൻ ആവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, പുച്ഛിച്ച് തള്ളിയ കാഫറുകൾ അവിൽ മുനാഫിക്. ഇനി രണ്ടാമത്തെ ഒരു ടീമുണ്ട്, ഒന്ന് കാഫറാണെന്ന് മുനാഫിക്കാണ്. മൂമിനാകാൻ വലിയ പണിയാണ്. മുനാഫിക്ക് ഒന്നുകിൽ മുനാഫിക്കാവും അല്ലെങ്കിൽ കാഫറാവും. ഇവർ മരിക്കുമ്പോൾ ഇതാക്കാനഫിൽ മിൻ ഇഖ്ലായി മിന ദുനിയാവുന്നവർ വേർപ്പെടുമ്പോൾ, ഇഖ്ബാലിൽ ആഖിറ, പരലോകത്തേക്ക് ഒരു പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ, നസലയിലേഹി മിനസമായി മലായിക്കത്തുൻ, മലക്കുകൾ ഇറങ്ങും. എങ്ങനത്തെ സൂദുൽ വുജൂഹ്, ഭയങ്കര ഭീകര സത്വങ്ങളായ. അതാണ് ചില ആളുകൾ മരിക്കുമ്പോൾ കണ്ടില്ല, തല ഒഴിഞ്ഞു കൊടുക്കുമ്പം തല ഒയ്യാൻ പറയും, കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പം നിങ്ങൾ തല ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ കാല് കാണിച്ചു തരും. കാല് ഒഴിഞ്ഞു കൊടുക്കുമ്പോഴോ കുറച്ചും കൂടി ഇപ്പുറം വയറ്, നെഞ്ഞി, എല്ലാ ഭാവവും. കാരണം അവിടെ ഇങ്ങനെ വനാസിയാത്തി ഓർക്കൻ, അള്ളാഹുവിൻ്റെ ശക്തരായ മലക്കുകൾ റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ്, ഊരിയെടുക്കുകയാണ്. അതാണ് വന്നാസിയാത്ത്, ഊരിയെടുക്കുന്ന മലക്കുകൾ. എങ്ങനെ? ഓർക്കൻ, മുങ്ങി തപ്പുക. എവിടെ? മനുഷ്യ ശരീരത്തിൽ, ജസദിൻ്റെ അകത്ത് മുങ്ങി തപ്പി ഊരിയെടുക്കുക. മനസ്സിലായി? നേരെ മറിച്ച് തൊട്ടടുത്തായത്തെന്താ? വന്നാഷിത്താത്തി നഷ്ടൻ. എന്താ പറഞ്ഞത്? സൗമ്യമായി. അതാരതാ? അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിച്ചവർ. വെള്ളിയാഴ്ചക്ക് വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം, ജുമാക്ക് ജുമാൻ്റെ പ്രാധാന്യം, സുന്നത്തിൻ്റെ പ്രാധാന്യം, ഫർളുകൾക്ക് ഫർദിൻ്റെ പ്രാധാന്യം, ഹജ്ജിന് ഹജ്ജിൻ്റെ പ്രാധാന്യം, നോമ്പിൻ്റെ പ്രാധാന്യം, ഉംറക്ക് ഉംറൻ്റെ പ്രാധാന്യം, മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം, മക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം. അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ടതെല്ലാം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതിനാണ് എന്താ പറയുക? അള്ളാഹുവിൻ്റെ ഹുറുമത്തിനെ ആദരിക്കുകയാണ്. ഇതൊക്കെ ആദരിക്കുമ്പോഴാണ്. ഇപ്പൻ ആദരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനാണ് ആദരിക്കുന്നത്. പ്രായം ചെന്ന ഒരാളെ കണ്ടു, ഒരു പ്രായമുള്ള, അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആദരിക്കണം. എന്താ റസൂല പറഞ്ഞത്? ഷൈബത്തുൽ മുസ്ലിം, ജരാനര ബാധിച്ച പ്രായമുള്ള ആളുകളെ ഇക്റാം ചെയ്യുക എന്നത്, ആദരിക്കുക എന്നത് ഈമാൻ്റെ അടയാളമാണ്. എന്ത്? ഈമാൻ ഇല്ലാത്തവനക്കോ അയാളാരാ? പോയി പണിയാക്കാൻ പറയും. ഏത് ഇക്കോലത്തിലായാലും മുഖമൊക്കെ ഞാൻ വരുമ്പോൾ അങ്ങനെ ഒന്നല്ലേ, ഇനി ഞാനും അങ്ങനെ അല്ലേ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കുറേ ആളുകൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും കുട്ടിക്കാലം മുതൽ തന്നെ, അല്ലേ? എന്നാലും രണ്ട് സന്ദർഭത്തിൽ അള്ളാഹു സ്ട്രോക്ക് തന്നിട്ടും ഈ പോകല്ല, കുറച്ചും കൂടി പണി എനിക്കുണ്ട് എന്ന് ഇവിടെ പിടിച്ച് നിർത്തിയ. പോകാൻ എനിക്ക് ബുദ്ധിയില്ലായിട്ടല്ല, പക്ഷേ കുറച്ചും കൂടി എനിക്ക് പണിയുണ്ട് ഇവിടെ ആയിരുന്നു, അങ്ങനെ നിർത്തിയതാ. അപ്പോൾ ഏതായിരുന്നാലും യാത്ര വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിന് റസൂല പറഞ്ഞ വാക്ക് കിട്ടുന്നത് വെള്ളിയാഴ്ച മരിക്കുക. എൻ്റെ വിഷയം എന്താ? വെള്ളിയാഴ്ചയും വിശ്വാസിയല്ലേ. അപ്പം നോക്കിയാൽ റസൂല പറയാം, മാമിൻ മുസ്ലിം യമൂത്ത്, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു, ഫി യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന മുസ്ലിം, ഔ ലൈലത്തിൽ ജുമാ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, അതായത് വെള്ളിയാഴ്ച രാവിന് മരിക്കുന്ന മുസ്ലിം, ഇല്ലാ വക്കാഹുല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കാതിരിക്കൂല. ആർക്ക്? ഈ വെള്ളിയാഴ്ച മാത്രം മരിച്ചതല്ല, ഓൻ വെള്ളിയാഴ്ചൻ്റെ മുമ്പ് അള്ളാൻ്റെ എല്ലാ ഹുറുമാത്തുകളെയും ആദരിച്ച ആളാണ്. അല്ലാണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്കൊക്കെ കൊടുത്ത് അവിടുത്തെ 2 ഹുത്തുബയും കഴിഞ്ഞിട്ട് പോകാം, ഓൻക്കല്ല. ഓൻ വെള്ളിയാഴ്ച വെച്ചാലും ശനിയാഴ്ച വെച്ചാൽ കേൾക്കാം. ഞാരെയും വെള്ളിയാഴ്ച ഉടനെ മരിച്ചാലേ, ഏതെങ്കിലും ബാലനോ ഗോപാലനോ യശോദേ വെള്ളിയാഴ്ചയല്ലേ മരിച്ച്, എന്നാ ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്ന് ഫത്വ കൊടുക്കണ്ട കേട്ടോ. മൂമിനായ മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓൻ വെള്ളിയാഴ്ച മരിച്ചാൽ ഓൻ്റെ ഖബറിലെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. അള്ളാഹു ആ വിധത്തിൽ ആ നിലക്കുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമെടുക്കുന്നില്ല, പെട്ടെന്ന് നിർത്തല്ലേ. മൂപ്പർക്ക് ഇനി പുറത്തു പോകാനില്ല, അരീക്കാടോ അവിടെ എത്തേ, അരക്കണ്ടോ അവിടെ എത്തണം, മൂലി തട്ടിക്കോളി. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നെക്കൊണ്ടാവും വിധം നോക്കാം, അല്ലേ?
ഇനി നമുക്കൊരു കാര്യം കൂടി കേൾക്കാം. റസൂലുള്ള പറയാണ്, എന്താ പറഞ്ഞറിയോ? ഓ ഫീഹി സായത്തും, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയം ലാ യുസ്അലുല്ലാഹു ഫീഹൽ അബ്ദു ഷൈഅൻ ഇല്ലാ അഅ്താ. ആ വെള്ളിയാഴ്ച ആ സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹിനോട് ചോദിച്ചാൽ ഇല്ലാ അഅ്താഹു, അത് അവൻ അള്ളാഹു കൊടുക്കാണ്ടക്കൂല. അങ്ങനെ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയം ഞാൻ പറഞ്ഞുതരാം. ഈ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ഭിന്നമായ അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു സുബൈ മുതൽ ജുമാ കഴിയുന്നത് വരെ, അതായത് ഖത്തീബ് മിമ്പർ ഇറങ്ങി നിസ്കാരം കഴിയുന്നത് വരെ, അത് അത്രേ ഉള്ളൂ. പക്ഷേ ജംഹൂറായ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് അസർ വരെ. എന്തുണ്ട്? ജുമാ ദിവസം അസർ വരെ ആ സമയമുണ്ട്. ആ സമയത്തിനിടയിൽ നമ്മൾ അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും, ആര്? മൂമിൻ ഈ വെള്ളിയാഴ്ച ആദരിച്ച, ഈ നമസ്കാരത്തെ ആദരിച്ച, ഈ സക്കാത്തിനെ ആദരിച്ച, ഈ മാതാപിതാക്കളെ ആദരിച്ച ഒന്നുമില്ലാത്ത ആളുകളുടെ കാര്യമല്ല പറയുന്നത്, ഇതൊക്കെ ഉള്ള ആളുകളുടെ കാര്യം. അവർക്ക് ഒരു പ്രത്യേക സമയമുണ്ട്. ഇനി ഓ ഫീഹി തഖൂമുസ, അന്ത്യസമയം നിലവിൽ വരുന്നു വെള്ളിയാഴ്ച കേട്ടോ. ഓ ഫീഹി, ആ ദിവസം തന്നെയാണ് തഖൂമുസ. എന്നാലോ നമുക്കറിയില്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും ജിന്നുകളുമായ ആളുകൾക്ക് വെള്ളിയാഴ്ചൻ്റെ അള്ളാഹുവിൻ്റെ ഫൈദാനു ഫിഖഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ എപ്പോൾ കാഹളത്തിൽ ഊതുമെന്ന് വെള്ളിയാഴ്ചയാണ് ഊതുക. ഭൂമി കിടുകിട വിറക്കും. ഇപ്പം ആർക്കും പറഞ്ഞാൽ മനസ്സിലാണ്ടക്കൂല്ലോ അല്ലേ? കിടുകിട വിറപ്പിച്ചില്ലേ? സെക്കൻഡ് കൊണ്ട് ഉറപ്പിച്ചില്ലേ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ആളുകളെ ഇന്നിപ്പോൾ എന്താ, ആരുടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹിക്കുക അല്ലേ? അങ്ങനെ എത്ര പ്രാവശ്യം അല്ല നമ്മളോട് മുമ്പ് കാണിച്ചു ഇല്ലേ? കോവിഡ് വന്നപ്പോൾ വന്നില്ലേ? കൊറോണ വന്നപ്പോൾ വന്നില്ലേ? എത്ര സമയത്ത്, എന്നിട്ട് വല്ല പാടും പഠിച്ചോ? അതല്ല പറഞ്ഞത് ഓമാ ഖാൻ അക്സറുഹും മൂമിനീൻ, ഭൂരിപക്ഷം ആളുകളും മൂമിനാവൂല. എത്ര ദൃഷ്ടാന്തം കണ്ടാലും പാഠം പഠിക്കുമല്ലോ. അത് നമ്മളെ സ്വഭാവമല്ല ആണോ? കല്യാണമൊക്കെ എത്ര ആളെ കൊണ്ടാക്കി? 5 ആള് മതി, 6ാമത്തെ ആള് വേണ്ടീനോ? ഇസ്ലാം പറഞ്ഞു കൊടുത്തെത്തിയില്ലേ? ഒരല്പം വിട്ടുവീഴ്ച അല്ല ചെയ്തപ്പോഴോ മാറിയില്ലേ? 5000 ആളില്ലാണ്ട് കഴിയൂല. ആ 5000 ആൾക്കാർ ആരായിരിക്കണം? സമൂഹത്തിലെ ഫുഖറാകളല്ല, അഗ്നിയാളുകൾ. ഇത് കാറും പത്രാസും സ്ഥാനമാനങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരെ കല്യാണത്തിന് വിളിക്കുക, നല്ലൊരു ശതമാനം ആൾക്കാർ. മുമ്പ് MK മുനീറിനോട് ഒരിക്കൽ പറഞ്ഞു, മൂപ്പര് ആരോ കല്യാണത്തിന് പോയി. കല്യാണത്തിന് അവിടെ ചെന്നപ്പം അന്നമ്മൊരു മൂപ്പര് മിനിസ്റ്ററാണ്. അപ്പം മിനിസ്റ്ററുടെ വണ്ടിയായിട്ട് വരാനാണ് മൂപ്പര് ആഗ്രഹിച്ചത്. മുനീർ വരണമെന്നില്ല. കല്യാണപ്പാരുടെ മുമ്പിൽ മിനിസ്റ്ററുടെ വണ്ടി ഉണ്ടാകുക. അപ്പം ഇദ്ദേഹം വേറെ മൂപ്പര വണ്ടി എന്തോ തകരാറായിട്ട് കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് വന്നത്. വന്നപ്പോൾ പുറക്കാരൻ പറയാണ്, നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വല്ല വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടാൽ മതി. ഏത് ആരോട്? മുനീറിനോട് മുഖത്ത് നോക്കി പറയാം. അത് മുനീർ തമാശയിലൂടെ എന്നോട് പറഞ്ഞതാ. ഇന്ന് മൂപ്പർക്ക് അന്നുണ്ടായത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്രമാത്രം ചാടേ. മരിക്കാൻ നേരത്തും നോക്കേണ്ടി നിങ്ങൾ കല്യാണത്തിൻ്റെ അന്നൊക്കെ 50,000 1,00,000 ഉറുപ്പ്യൊക്കെ മുടക്കിയിട്ടാണല്ലോ ബ്യൂട്ടീഷ്യനെ കൊണ്ടുവരുന്നത്. എന്തേ ഓൻ്റെ മോൻ മരിച്ചപ്പോൾ ബ്യൂട്ടീഷ്യൻ വേണ്ടേ? സാധാരണ സിനിമാ നടികളെയും സിനിമാ നടന്മാരുടെ ചത്താൽ പോലും ചമഞ്ഞു കെടുത്തുന്നു, ചമച്ചാ കെടുത്തുക അല്ലേ? അത് രാഷ്ട്രീയക്കാരായാലും നമ്മളെ മുസ്ലിം രാഷ്ട്രീയക്കാരുടെ കാര്യമെല്ലാം പറഞ്ഞു. സാധാരണഗതിയിൽ അവരൊക്കെ അങ്ങനെ ചെയ്യാം. അതുപോലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് എന്താന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കൊന്ന് വെക്കണോ? നിങ്ങളെ ശരീരത്തിൻ്റെ ഈ വൈറ്റ് ഉണ്ടല്ലോ, സൂപ്പർ സ്കിന്ന്, അത് നിങ്ങൾക്ക് ബെർത്തായിട്ട് കിട്ടുന്നത് അല്ല തരുന്ന. അത് നിങ്ങൾ എന്ത് ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടും ഒരു കാര്യമില്ല. ചിലവരിങ്ങനെ നോക്കുക യൂട്യൂബിൽ എങ്ങനെ ഇത് വെളുപ്പിക്കാം. അപ്പം ചിലവർ ആദ്യം പാലൊഴിക്കുക, പിന്നെ തേനൊഴിക്കുക, പിന്നെ 2 തക്കാളി കുറിച്ച് ഒഴിക്കുക. അതൊക്കെ തിന്നാൽ ധാരാവുകയായി. പച്ചമുളക് ഇടാത്ത വലിയ ഭാഗ്യം. ചെബടി പറയും ചീരാമുളക് തേച്ചാൽ വെളുക്കും. പെണ്ണുങ്ങൾ എത്ര നിങ്ങൾ പേസൽ വാക്കുന്ന വിചാരിച്ചു? ഭയങ്കര കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നന്നാവുമോ? ഞാൻ നന്നാവില്ല, കേൾക്കണം നിങ്ങൾ നന്നാവില്ല. നമ്മൾ പിന്നെന്തിനാ അപ്പം ഇത് നടത്തുന്നത്? നമുക്ക് ചൊവ്വാഴ്ച കൂടണം അല്ലേ? പിന്നെ കേൾക്കാം, അതില്ലാതെ പറ്റില്ല. കട്ടൻ ചായ വേണം. പിന്നെന്താ ഉള്ളത്? ബിസ്ക്കറ്റ് ഉണ്ടോ? ഉണ്ടോ മോനെ? ഉണ്ടോ?
ശരില്ല എന്ത് പയമ്പരിച്ച അല്ല സാറായിപ്പോയി. അപ്പം ഇതൊക്കെ കഴിക്കുക, പിന്നെ സലാഡ് ചെല്ലുക, പിന്നെ നമ്മൾ കല്യാണത്തിന് ഇവരൊക്കെ വിളിക്കുക, കുടിരിക്കലിൻ്റെയും വിളിക്കുക. അതിനൊരു ടീമാണ്. പോയത്തക്കാരെ കുടുങ്ങിപ്പോട്ടോ. ഇത്രയൊക്കെ കേട്ടിട്ടും നന്നാവാത്ത, നേരെ മറിച്ച് സുന്നിക്ക് നമ്മളത്ര ശിക്ഷ കിട്ടൂല. കാരണം ഐറ്റികളൊന്നും കേട്ടില്ല. നിങ്ങൾ ഇപ്പം ഞാൻ എന്നാൽ പിന്നെ സുന്നിയാന്ന് അറിയുള്ളൂ അല്ലേ? അതിന് വേറെ ശിക്ഷ ഉണ്ട്, വേറെ അതിൻ്റെ ശിക്ഷ വേറെ പറയണം. പക്ഷേ ഹക്ക് മനസ്സിലാക്കിയിട്ട് ആ ഹക്ക് ജീവിതത്തിൽ പാർത്താൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർ അല്ലേ? ഭയങ്കര. ഇപ്പം ഏതായാലും നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ മനോഹരമായ നിർദ്ദേശങ്ങൾ കേൾക്കണം. ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിപ്പിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ലോകം അവസാനിപ്പിക്കുന്നതിന് ആ ദിവസം, ആ കൃത്യ ദിവസം, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മൃഗങ്ങളും റസൂലുള്ള പറയാണ് മാമിൻ ദാബത്തിൻ വഹിയ മുസ്ഖീന, എല്ലാ മൃഗങ്ങളും കാതോർത്ത് നിൽക്കുകയാണ്. അവർക്ക് അവരുടെ ശരീരപ്രകൃതി തൃബിയത്തനുസരിച്ച് ലോകം അവസാനിക്കുന്നവരറിയും. ഏത് ആപത്തുണ്ടായാലും അവരറിയും. ഇപ്പം വയനാട്ടിലുണ്ടായ പറഞ്ഞില്ലേ, ഉരുൾപൊട്ടിലുണ്ടായപ്പോൾ ഓലൊക്കെ പോയില്ലേ? ശ്രദ്ധിച്ചോ? ഇതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ള പറയുകയാണെന്ത് അവരെന്ത് ചെയ്യും? മിൻ ഹീന തുസ്ബി ഹത്താ തത്ലുഅ ശഫഖൻ മിനസ, അവർ പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അവർ കാതോർത്ത് നിൽക്കും എല്ലാ വെള്ളിയാഴ്ച, എല്ലാ മൃഗങ്ങളും. എന്നിട്ട് റസൂലുള്ള പറയാം ഇല്ലൽ ജിന്നു വല്ലിൻസ്, ജിന്നും മനുഷ്യനും ഒഴികെ ബാക്കി എല്ലാവരും കാതോർക്കും. എന്തിന്? ഈ കാഹളത്തിൽ ഊതുന്നതിന്. മൃഗങ്ങളെ, കാരണം അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അവർക്ക് വിവരം കിട്ടും. എന്ത് ലോകം അവസാനിക്കാൻ, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും അപകടം വരുന്നുണ്ടായിരുന്നു, ഭൂമിയിലുള്ള എല്ലാ പ്രകമ്പനും അവരറിയാറില്ലേ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാനൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേൾക്കണ്ട. ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നിങ്ങൾ വേണ്ട ഒരു മയ്യത്ത് കബറടക്കം ചെയ്ത ഒരു സ്ഥലത്ത് അവിടെ ഒരു പശു ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പശു കാണാൻ അങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുന്നു. നമ്മൾക്കൊന്നും കേൾക്കണില്ല, പക്ഷെ മൂപ്പര് കേൾക്കുന്നുണ്ട് പശു കേട്ടോ. അപ്പോൾ ജീവജാലങ്ങളെല്ലാം അറിയും എന്ത് ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങൾ. ഏതായിരുന്നാലും നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ഒരുക്കി നിർത്തി സംസാരിക്കാം. വെള്ളിയാഴ്ച നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകണം. ആ നിലയ്ക്ക് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കാണണം. മറ്റു ദിവസങ്ങളെപ്പോലെ ആവരുത്. നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് തരും. അത് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞൊരു നിബന്ധന കിട്ടുന്നത് വഫീഹി സാ, ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയം നമ്മൾ പറഞ്ഞു അസർ വരെ അല്ലേ? വെള്ളിയാഴ്ച പറഞ്ഞില്ലേ? തുടക്കത്തിൽ പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു എൻ്റെ ഓർമ്മ പറഞ്ഞു. അപ്പോൾ ആ സമയത്തെ പറ്റി റസൂലുള്ള പറയാണ് അത് ചോദിച്ചാൽ കിട്ടും. മാലം യുസ്അൽ ഹറാമൻ, ഹറാമ് ചോദിച്ചിട്ടില്ലേ? ഹറാമ് ചോദിച്ചാൽ കിട്ടൂല. ഇനി വെള്ളിയാഴ്ച അല്ലേ, നമ്മളെ വല്യമ്മനൊന്ന് മരിപ്പിച്ച് തരാൻ വേണ്ടി തോന്നാലോ? അല്ല, ഹറാമ് പറ്റൂല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത പുരക്കാരന് ഓനെ കൊണ്ട് ചില്ലറടങ്ങാറല്ല, ഓനൊന്ന് മരിച്ചിട്ടിയാൽ മതി. ഞാൻ എന്തായിരിക്കുക വെള്ളിയാഴ്ച കിട്ടാണ്ടക്കൂല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഹറാം ഉണ്ടെങ്കിൽ ഒഴികേന ചോദ്യം ഹറാമാവരുത് കേട്ടോ. ഇപ്പം എന്തും പഠിക്കും പോലെ പഠിച്ചേക്കണം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗമൊഴികൾ നമുക്ക് കേൾക്കാം. ഇനി വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ പോകണം. അതാണ് ഈ ദിവസത്തിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. വെള്ളിയാഴ്ച ദിവസം അള്ളാഹ്ക്കുള്ളതാണ്. അത് ജുമാ കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര വരെ പോകുള്ളൂ. നമുക്ക് തിങ്കളാഴ്ച ആയാലും വ്യാഴാഴ്ച ആയാലും ഒന്നും പ്രശ്നമല്ല അല്ലേ? അപ്പം നോക്കാം. മഹാനായ സൽമാനുൽ ഫാരിസി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആരാവണം? സൽമാനുൽ ഫാരിസി. ആരാ സൽമാനുൽ ഫാരിസി? നിങ്ങൾ പഠിച്ചില്ലേ ആരാന്ന്? അഗ്നി ആരാധകൻ അല്ലേ? മുസ്ലിം ആയതാ. എന്നിട്ടോ മുഹദ്ദിസുകളിൽ പ്രഗത്ഭനായ ഒരു മുഹദ്ദിസാവുകയാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ഖന്തക്ക് യുദ്ധത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക് കുഴിച്ചാൽ മക്കയിലെ മുശ്രിക്കുകളെ തടുക്കാൻ കഴിയുമെന്ന ഐഡിയ പഠിപ്പിച്ചത് സൽമാൻ ഫാരിസി. ആ സൽമാൻ ഫാരിസിയാണ് ജുമാ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. കേൾക്കാം. കാൽ റസൂലുള്ള അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, യഗ്തസിലു റജുലുൻ യൗമൽ ജുമാ, ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്നു. വെള്ളിയാഴ്ച കുളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ബഹുമാനിച്ചൊന്ന് വെള്ളിയാഴ്ച കുളിച്ചേ പറ്റൂ. കുളിക്കും ഞാൻ. പിന്നിട്ടോ എന്നിട്ട് പറയാ റസൂലുള്ള വയത്തഹറു മസ്തത്താ മിൻ തുഹരിൻ,
എല്ലാ ഭാഗത്തും ശുദ്ധി വരുത്തുക. ഏതെല്ലാം? കക്ഷം, ഗുഹ്യരോമം. ഈ ഗുഹ്യരോമം 40 ദിവസം വരെ നബി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വേണ്ട, 40 ദിവസം വരെ നിർത്താം. 40 ദിവസത്തിൽ കൂടുതൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നഖം വെള്ളിയാഴ്ച മുറിക്കും. നമ്മളൊക്കെ പഴമക്കാരൊക്കെ അങ്ങനെ ചെയ്യില്ലേ? വെള്ളിയാഴ്ച നിന്ന് ഓലൊരു കത്തിയും ഒരു പലകയും ഒക്കെ എടുത്തിട്ട് നമ്മൾ കാണുന്ന ആജിയമാരിങ്ങനെ ചെയ്യണല്ലേ. അതൊക്കെ സാധാരണ ഇസ്ലാമിലെ നിയമമാണ്. അപ്പം അതൊക്കെ ശുദ്ധി വരുത്തി. എന്നിട്ട് വയദ്ദഹിനു മിൻ ദുഹനിഹി, തലയിൽ നല്ലോണം എണ്ണ പുരട്ടുക. അങ്ങനെ അപ്പം എന്താ പറയുക, ചില എന്നെയൊന്നും എനിക്ക് ചെയ്യണ്ട, കാരണം എൻ്റെ മുടി ഇങ്ങനെ പറക്കണം. ഞാൻ മുടിയനായ പുത്രനാണ്, എൻ്റെ മുടി ഇങ്ങനെ പറക്കണം എന്ന് മാത്രമല്ല എൻ്റെ മുടി വടി പോലെ വെക്കണം. ഇപ്പം പെൺകുട്ടികളും വടിയാണല്ലോ, മുടി വടിയാക്കണ പണിയാണ്. അങ്ങനെ രണ്ടുകൊണ്ടും ഇങ്ങോട്ടും, എന്നിട്ട് കൊമേറിയ നായ്ക്കുട്ടായ കുട്ടികൾ കളിക്കുക. എന്താ പറയുക എന്താ പറയുക ഇത് പോണ്ടോ എന്നാ വേണ്ട പറയില്ല. നിങ്ങൾ നേരത്തെ എന്തോന്ന് പറഞ്ഞു, ലൈവാണെന്നോ? ഇത് ലൈവ് പോണ്ട്, എന്നാ പോട്ടെ വിട്ടേക്കാം. ഇതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. പക്ഷെ ഇനി ഞാൻ പറഞ്ഞ് ലൈവ് പോയിച്ചിട്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് പെൺകുട്ടികൾ അങ്ങനെയാണ്, അതിനായിട്ട് പൈസ കൊടുത്ത് പറഞ്ഞയക്കുക. വെള്ളിയാഴ്ച ജുമാക്കില്ല, പെണ്ണുമില്ല. എന്താ കാരണം? പെണ്ണുങ്ങൾക്ക് ജുമാക്ക് എന്തൊക്കെ മൂല്യങ്ങൾ പറയുന്നത്? ഇതൊക്കെ മുജാഹിദികൾ വഹാബികൾ മാത്രമല്ലേ. ഈ വഹാബി പെണ്ണുങ്ങൾ മാത്രമാണ് പള്ളിയിൽ പോകുക. റസൂലുള്ളാഹിന്റെ കാലത്തെ കുന്ന നിസാഉൽ മുഅ്മിനാത്ത് യഷ്ഹദുന മഅ റസൂലുള്ളാ സലാത്തുൽ ഫജ്ർ, ജുമാക്കല്ല സുബൈ നമസ്കാരത്തിന് പോലും പള്ളിയിൽ നബിൻ്റെ കാലത്ത് പെണ്ണുങ്ങളുണ്ട്. ആര്? നബിൻ്റെ ഭാര്യമാർ, നബിൻ്റെ സഹാബത്ത്. എന്നിട്ടോ സുബൈ നമസ്കരിച്ചാൽ പോകുമ്പോൾ പോലും ഇരുട്ട് മാറിയിട്ടുണ്ടാവില്ല. ലാ യഅരിഫൂന അഹദു മിനൽ ഗുലസ്ന, ഇമാം ബുഖാരി ഉദ്ധരിച്ചു. അങ്ങനെ ഇരുട്ട് കാരണത്താൽ പോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പോലും തിരിച്ചറിയില്ല. എന്നിട്ടല്ലേ ജുമാ. അപ്പം അതൊക്കെ ഇസ്ലാമിൽ ചർച്ച ചെയ്യപ്പെടും. നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയാം. നമ്മളെ പെൺകുട്ടികളും ജുമാക്കൊന്നും പോകില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പോണോലോ, ഓലും ഫാഷൻ പരേഡിനാണ് പോണത്. പള്ളിയിൽ വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ പൗഡർ ഇടാൻ, എല്ലാം മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചുണ്ടുമ ചുവപ്പ് വെക്കാൻ. ഇപ്പം എല്ലാവരുടെ പുരയിലുണ്ട് ചുണ്ടുമ ചുവപ്പും തേച്ച്, പ്രത്യേക തരം പാൻറ്റും പ്രത്യേക തരം ടീഷർട്ടും അല്ലേ. ഇതൊക്കെ എല്ലാവരുടെ പുരയിലുണ്ട്. നിങ്ങളിപ്പോൾ പറയും എന്താ അറിയോ, മൗലവി ഞാൻ എന്താക്കാനാ, നിൻ്റെ മക്കളെ എന്നെ പഠിപ്പിച്ചിട്ടില്ല, നിൻ്റെ മോളെ കുട്ടികളൊക്കെ ഇപ്പം അങ്ങനെ. എന്താ കാരണം? ഒലക്ക മൗലവി ദുബൈയിലാണ്, ഓല ഖബറോ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ ദുബൈയിലാണ്, അപ്പോൾ അവർക്ക് പൈസ ഉണ്ട്. ഇനി പോലെ ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി, നടക്കൂല. കാരണം ഈ ആൺകുട്ടികൾക്ക് മുടിയാണ് ഭയങ്കര ഇഷ്ടം. എൻ്റെ മോളെ കുട്ടി അകത്തിരിക്കുക. ഓന് ഇന്നും മുടിയെട്ടാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പൈസ മുതലാക്കുന്നുണ്ടെങ്കിൽ വെട്ടിയാൽ മതി, അല്ലെങ്കിൽ വെട്ടണ്ടായിരുന്നു. കൊണ്ടുപോയി കൊടുത്ത പൈസ. കാരണം ഇവർ വെട്ടിയാലും വെട്ടാത്ത നമുക്ക് തോന്നും വെട്ടിയില്ല അത്, അല്ലേ. കാരണം ഓലാകെ ജീവിതം തന്നെ മുടിയാ. ഓനങ്ങനെ ഒന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഓനെ ഇരുത്തി ഞാൻ ഇടങ്ങറാക്കണില്ല. ഓനങ്ങനൊന്നുമല്ല. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ഓൻ അബുദാബിയാണ്. സ്വാഭാവികമായിട്ട് ഓൻ്റേതായ ഒരുപാട് പോരായ്മകൾക്ക് ഉണ്ടാവണം. പക്ഷെ അതിലേക്കൊന്നും പോവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ നന്മ കിട്ടണമല്ലോ. സാഹചര്യങ്ങളിൽ, ജീവിത ചുറ്റുപാടിൽ നിന്ന് കിട്ടണമല്ലോ. അതാ ഇവനൊക്കെ അങ്ങനെ കിട്ടിയതാ. ഇവൻ നിങ്ങൾ ചോദിക്കേണ്ട വലിയ താടിയൊക്കെ ചെറിയാക്കാനാ. ഈ കോയറോടുള്ള കുട്ടിയല്ലേ? കോയറോടുള്ള ഒക്കെ ഞാനാണ് കുട്ടികളാണ്. ഓനിപ്പം രോമൻ അങ്ങനെ ആയതാ, നോക്കണ്ട. അത്ര ഒന്നും ഇല്ല പ്രായം കേട്ടോ. എന്തായിരുന്നാലും ചെറിയ മക്കളാണ്. ഇതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അവർ ഇങ്ങനെ എന്താ പറയുക, ഇത്തരം നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് ഈടുറ്റ നന്മ നിറഞ്ഞ മനുഷ്യ കൽബുകളിലേക്ക് അള്ളാഹുവിൻ്റെ ദൈവത്തെത്തിക്കാനുള്ള സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
ഞാൻ പറയുന്നു ഈ നോക്കണ്ട, എൻ്റെ കൽവിൽ വേർന്ന. ഓക്കെ, അപ്പം എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്ത്, കുളിച്ചു, എണ്ണ പുരട്ടി, ഓ ലബിസമിൻ അഹ്സനി സിയാബി, വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ളിയാഴ്ച. ഞായറാഴ്ച കല്യാണമുണ്ട്, വെള്ളിയാഴ്ച ജുമയുണ്ട്. നിങ്ങൾ ഏത് കുപ്പായിടും? നല്ല കുപ്പായം കല്യാണത്തിന്, വെള്ളിയാഴ്ചക്ക് ഇത് മതി പോരെ. മിൻ അഹ്സനി സിയാബി, നിങ്ങളുടെ ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം അങ്ങനെ അതാണ്ടത് കേട്ടോ. അതാണ് വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകത. പിന്നെ എന്നിട്ടോ റസൂൽ പറയാ, ഔ പിന്നെ യമസ്സുമിൻ തീബി ബൈത്തിഹി, നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക കേട്ടോ. വെള്ളിയാഴ്ച സുഗന്ധദ്രവ്യം ഉപയോഗിക്കലേ ആ യാത്രക്ക് നബി പഠിപ്പിച്ച സുന്നത്താണ്. അതുകൊണ്ടുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞതാ. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതൊന്നും പറ്റൂല, അവർക്ക് വേറൊരു സാധനമുണ്ട്. എന്താ മുജീബേ? എനിക്കറിയില്ല കേട്ടോ. കക്ഷത്തിലൊക്കെ അടിക്കുന്നേ ബോഡി സ്പ്രേ അല്ലാണ്ട് ഓല് ബോഡി സ്പ്രേ അടിക്കുന്നത് എന്താ വെച്ചാൽ ഓലെ വിയർപ്പിൻ്റെ ദുർഗന്ധം കൊണ്ടാണ്. ഇവിടെ ദുർഗന്ധം കൊണ്ട് പറഞ്ഞതല്ല, വസ്ത്രങ്ങളിൽ പരിമളം പുരളും വെള്ളിയാഴ്ച. അങ്ങനെ വരുമ്പോൾ കൽബിന് സ്ഥാനം വരും അല്ലേ? കുളിച്ച് എണ്ണൊക്കെ പുരട്ടി കുളിച്ച് തയ്യാറായി എന്നിട്ട് ഒന്നുണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരുന്ന പള്ളിയെ നമുക്ക് നോക്കാം. റസൂൽ പറയാം, എന്നിട്ടോ സുമ്മ യഖ്റുജു, പിന്നെ അവൻ പള്ളിയിലേക്ക് വന്നു. ഫലാ യുഫരിഖു ബൈനസ്നൈ, രണ്ടാളുകൾക്കിടയിൽ അവൻ്റെ കാല് കവച്ചു വെക്കൂല. വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു പണിയതാ. ചിലവർ ഞാൻ സെക്രട്ടറിയാണ്, എനിക്ക് കാല് കവച്ചു വെക്കാൻ, ഞാൻ ഇവിടുത്തെ ഊരായ്മക്കാരനാണ്, എനിക്ക് വെക്കാൻ പറ്റില്ല. അനക്ക് അള്ളാൻ്റെ പ്രതിഫലം കിട്ടണോ? നീ അവിടെ ഒഴിവുള്ളോടത്തിരിക്കുക. വേറെ ഒരുത്തനെ ഓനെ ബുദ്ധിമുട്ടിക്കരുത്. ഓൻ്റെ ചുമല് ചാടിക്കടന്ന് ചിലവർ തട്ടിത്തറിഞ്ഞ് വീര വരുന്നത് അല്ലേ? എന്തിനാ മൂപ്പര് വരുന്നത് അറിയാമോ? അവൽ സഫിലെത്താൻ. ഓൻ അവൽ സഫിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഇത് പറഞ്ഞത്, അത് ചെയ്യാൻ പാടില്ല. എന്നിട്ടോ സുമ്മ യുസല്ലി മാ കുത്തിബലഹു, പിന്നെ നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക. ഇതാ വെള്ളിയാഴ്ച നിശ്ചയിക്കപ്പെട്ട സുന്നത്തില്ലേ? ഒന്ന് പള്ളിക്കുള്ള തഹിയത്തുണ്ട്, പിന്നെ മറ്റൊന്ന് നമുക്ക് സുന്നത്ത് വേറെ ഉണ്ടൊക്കെ അല്ലേ, അതൊക്കെ നിസ്കരിക്കുക. പിന്നെ സുമ്മ യുൻസിത്തു, പിന്നെ മൗനിയായിരിക്കണം. ഇതാ തക്കല്ലമൽ ഇമാം, ഖത്തീബ് പ്രസംഗം തുടങ്ങിയാൽ പിന്നെ മിണ്ടാൻ പാടില്ല. വെള്ളിയാഴ്ചൻ്റെ കൂലി കിട്ടണില്ലേ? അപ്പോളേ അങ്ങനെ ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമ, ഈ ജുമയുടെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ജുമയുടെയും ഇടയിൽ വരുന്ന ചെറിയ പാപങ്ങൾ അള്ളാഹു പൊറുക്കാണ്ടക്കൂല. എത്രയും ചെയ്താൽ തന്നെ. വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം മനസ്സിലായോ? കുളിച്ചു, എണ്ണ പുരട്ടി, വാസനദ്രവ്യം ഉപയോഗിച്ചു അല്ലേ, പരമാവധി ശുദ്ധി വരുത്തി എല്ലാം ചെയ്തു. എന്നിട്ട് പള്ളിയിലേക്ക് വന്നു, ആരെയും ചാടിക്കടന്നില്ല. എന്നിട്ട് കിട്ടിയ സ്ഥലത്തിരുന്നു, സുന്നത്തുകളൊക്കെ നിസ്കരിച്ചു. ആ ഒരൊറ്റ ജുമാക്ക് വന്നതിൻ്റെ പേരിൽ ഈ വെള്ളിയാഴ്ചൻ്റെ അടുത്ത വെള്ളിയാഴ്ച അതിനിടയിലുള്ള ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കും കേട്ടോ. അൽ ജുമാഅത്തുൽ ഉഖ്റ, അടുത്ത ജുമാ വരെ. അപ്പം അനുഗ്രഹീതമായ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് അനുഗ്രഹീതമായ വിഷയങ്ങളാണ് വെള്ളിയാഴ്ചനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞെന്താ? ചിലര് ജുമാക്ക് ഖുത്ബ ശ്രദ്ധിക്കുകയില്ല. ഖുത്ബ ഇയാളുടെ കൽബിൽ വെളിച്ചം വീഴ്ത്താനുള്ള അതിനുള്ള ഖുത്ബ. അപ്പോൾ ആ ഖുത്ബക്ക് എന്ത് വേണം? ഖുർആൻ പറഞ്ഞ അങ്ങനല്ലേ? എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് വിളിച്ചാൽ വിശ്വാസികളെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, എത്രയും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ജുമുഅയിൽ പങ്കെടുക്കാൻ പോകണം. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. എന്നിട്ടോ അത് പറഞ്ഞിട്ട് പറയാം വദറുൽ ബൈ, വെള്ളിയാഴ്ച കച്ചവടമൊക്കെ നിർത്തിയേക്കണം. നമ്മളോ വെള്ളിയാഴ്ചയാണ് സാധനം വാങ്ങാൻ മാപ്പിളാർ പോവുക. എന്താ ചെയ്യുക? എന്താ പറയുക അറിയോ? വെള്ളിയാഴ്ച അവിടെ പള്ളിയിലും കൂടാ, ഏത് പള്ളിയിൽ? സലാം വീട്ടിന് സമയത്ത് അവിടെയും കൂടാ, നമുക്ക് ഡ്രസ്സ് പർച്ചേസിങ് നടത്താം. അപ്പം ഇറങ്ങാത്തതുകൊണ്ട് പീഡിയക്കാരന് ഇത് അടക്കാനും കഴിയില്ല. പല ഡ്രസ് മെറ്റീരിയൽസ് വെക്കുന്ന ഷോപ്പിലതാ. കാരണം വെള്ളിയാഴ്ചൻ്റെ പ്രാധാന്യം അറിയില്ല. പോരേന്നിട്ട് ഇറങ്ങുക. ഭാര്യ പറയാണ് നമുക്ക് ഇന്ന് ഇബക്കുള്ള ഡ്രസ്സ് എടുക്കുക. ആയിക്കോട്ടെ പോവാ. അപ്പോൾ എപ്പോഴാ? ഇപ്പം തന്നെ പോവാ. ആയിക്കോട്ടെ പോവുക. മൂപ്പര് പാൻ്റ് എടുത്തിട്ട് പിന്നാലെ പോയി. ജുമാൻ്റെ സമയം വരെ ഞാൻ അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് യാത്ര പോയി.
അവസാന നാൾ വരെ ഞാനുമായി ബന്ധപ്പെടുന്ന സമയം വരെ, ഞാൻ ആളെ പേര് പറയുന്നില്ല, കോഴിക്കോട് സിറ്റിക്കകത്തുള്ള പ്രമുഖനായൊരു വ്യവസായി, അദ്ദേഹം എന്നോട് പച്ച ഭാഷയെ പറഞ്ഞതാണ്, മൗലവി, ഞാൻ പള്ളിയിൽ ജുമാക്ക് പോകാറുള്ളത് സാധാരണ നിങ്ങൾ സലാം വീട്ടാനാകുമ്പോഴേക്കും ഞാൻ അവിടെ വന്നിരിക്കും. ഇത് ചിലപ്പോൾ മൂസക്ക ആളറിയാവും ഞാൻ പറയുന്ന ആളല്ലേ. അപ്പം ഞാൻ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ജുമാൻ്റെ ഖുത്ബ കേട്ടത്. വയസ്സപ്പോഴ അപ്പം ഏകദേശം 62 വയസ്സായി ഉണ്ടാവും ഈ പരിണാമയത്ത് കേട്ടോ. ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഖുത്ബ കേൾക്കലുള്ളൂ. എൻ്റെ മുമ്പ് ഞാൻ ഖുത്ബ കേൾക്കില്ല. വെള്ളിയാഴ്ചൻ്റെ കാര്യമാണ്. ഇപ്പം അദ്ദേഹം യാത്രയായി ഒരുപാട് നന്മ നിറഞ്ഞ വീതിയിലൂടെ യാത്ര ചെയ്തിട്ട് തന്നെയാണ് പോയത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ ആളെ പേരൊന്നും പറയാത്ത എന്താ അറിയോ, അത് പാടില്ലാത്തതുകൊണ്ടാണ്. അവരുടെ മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നല്ലതാണെങ്കിൽ പറയാം, നല്ലതല്ലെങ്കിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമുള്ള ഭാഗം പറയാം. അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട്. ചില ആൾക്കാരെന്താ പറയില്ല അറിയോ, ചില പെണ്ണുങ്ങൾ പറയലുണ്ട്, ഞാൻ പള്ളിയിലേക്ക് വരൂല, എൻ്റെ മയ്യത്തുണ്ടായാൽ മതി. അങ്ങനെ പറഞ്ഞ ഭാര്യമാരുണ്ട്. ഇത് സുന്നി ഫാമിലിയിൽ നിന്ന് പെണ്ണിട്ടുന്ന സമയത്ത് 3/4 മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പെണ്ണിട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞാൽ പറഞ്ഞു ജുമാക്ക് പോകണം. മൂപ്പരപ്പേർക്കും ഏതെങ്കിലും സെൽഫി കൂട്ടായ്മയിൽപ്പെട്ടിട്ട് സെൽഫി ഉണ്ടാവും. പിന്നെ ഇവളെ നിർബന്ധിക്കും, ഓളിത് പഠിച്ചില്ലല്ലോ, ഓള് സമ്മതിക്കൂല. അങ്ങനെ ചിലവരെന്ത് ചെയ്യും, ചിലവർ കസറഹ ബന്ധം പൊട്ടിച്ചാണ്. എന്നിട്ട് എന്താ പറയുക, ആദർശത്തിൻ്റെ പേര് പൊട്ടിച്ചാണ്. ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നോക്കണ്ടേ. കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയതിൻ്റെ ശേഷം ഇവള് പെട്ടെന്ന് നന്നാവണം, അത് അള്ളാൻ്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറ്റില്ല. പെട്ടെന്ന് നിവർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കഴിയൂല. പെണ്ണാ സാധനം. പെണ്ണുങ്ങൾ നിൻ്റെ പെണ്ണായാലും നിങ്ങളെ പെണ്ണായാലും നിങ്ങളെ പെങ്ങളായാലും നിൻ്റെ പെങ്ങളായാലും നിൻ്റെ മോളായാലും നിങ്ങളെ മോളായാലും നീരൂല പെട്ടെന്ന്. അതെന്താ കാരണം, അത് സൃഷ്ടിച്ച് തന്നെ വളഞ്ഞ വാരിയെല്ലാം ഉണ്ട്. അതിനൊരു ബെൻഡുണ്ട്. ആ ബെൻഡുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെ കൂടെ ജീവിക്കാൻ. ഇത് പെട്ടെന്ന് നിവർത്താൻ വിചാരിച്ചാൽ കഴിയൂല, ഈ ലോകത്തിന് കഴിയൂല കേട്ടോ. അതുകൊണ്ട് അത് പെണ്ണും മനസ്സിലാക്കണം, എനിക്കൊരു ബെൻഡുണ്ട്, ഞാൻ എൻ്റെ ബെൻഡ് ബോധപൂർവ്വം ഞാൻ നിവർത്തിക്കൊണ്ടുവരും എന്ന് അവൾ തീരുമാനിക്കണം. അപ്പം നന്നാവും, അല്ലാണ്ട് പെട്ടെന്ന് നന്നാവില്ല. എന്താ കാരണം, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാം. ശാസ്ത്രം തന്നെ പറഞ്ഞെന്താ അറിയാം, ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ അവർക്ക് സാധാരണഗതിയിൽ 54.4 ഔൺസ് തലച്ചോറുണ്ടാവും അവർക്ക് ഒരാൺകുട്ടി പ്രസവിക്കുമ്പോൾ. നേരെ മറിച്ച് ഒരു പെൺകുട്ടിയെ പ്രസവിക്കണമെങ്കിലോ 49.4 ഔൺസാണ്. 4.4 ഔൺസ് ജന്മനാ തന്നെ തലച്ചോറ് കുറവാണ്. കെട്ടിയിരുന്ന പെണ്ണുങ്ങളെ പറ്റി മനസ്സിലായോ. ബാക്കിയൊക്കെ ഓക്കെ, ഓളെ ശരീരത്തിൻ്റെ ഘടയിൽ നിങ്ങൾ ആകർഷിച്ചിട്ടുണ്ടാവും. അതൊക്കെ അട്രാക്ട് ചെയ്യും വിധം അല്ല സൃഷ്ടിച്ചാൽ. അല്ലെങ്കിൽ പെണ്ണിട്ടു ഒരു അട്രാക്ഷനും അല്ല ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെണ്ണിട്ടുന്നത്? അതല്ല വെച്ചോണ്ടല്ലേ ആ അട്രാക്ഷൻ. അപ്പം അട്രാക്ഷൻ വെച്ച് എന്നിട്ട് പറഞ്ഞു എന്ത്, ഇതിന് ഇന്നെ ഡിസ്ക്വാളിറ്റി ഉണ്ട്, അത് കൊണ്ടുപോകുമ്പോൾ തന്നെ വാങ്ങണം. ഇപ്പം നമ്മൾ ഒരു 5 HP മോട്ടർ വാങ്ങിയിട്ട് 14 HP വെള്ളം തള്ളുന്ന പറഞ്ഞാൽ കിട്ടുമോ? കിട്ടൂല. ആ 5 HP മോട്ടറിൻ്റെ പവർ അത് തന്നെ കിട്ടുള്ളൂ, അതിന് 14 HP ഉണ്ടാവില്ല. അത് ആണുങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് 4.4 ഔൺസ് തലച്ചോറ് റബ്ബ് തന്നിട്ടുണ്ട് ഓളേക്കാൾ. അതുകൊണ്ട് ഞാനെപ്പോഴും ബുദ്ധിപരമായി ചിന്തിക്കണം, ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കണം. ഓളെ തിരുത്തി അങ്ങ് കേൾക്കണം, എന്നേക്കാളും നിങ്ങളെക്കാൾ ബെറ്റർ അവരാ. അതുകൂടി പറയാനടക്കാൻ പറ്റില്ല. ആ റസൂല പറഞ്ഞ് എന്ത്, അദ്ദുനിയ മത്താൾ, ദുനിയാവ് മുഴുവനും അല്ല ചരക്കുകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. വഖൈറു മത്തായി ദുനിയാൽ മർഅത്തു സാലിഹ, ഈ ദുനിയാവിൽ അല്ല കയറ്റിയ ചരക്കിൽ ഏറ്റവും മുന്തിയ ചരക്ക് മുന്തിയ പെണ്ണാണ്. കീടെന്നാലോ അവർക്ക് നായിക്കാലത്തിന് ഇമാമുക്കുക, നന്നായാലോ മലക്കുകൾക്ക് ഇമാമുക്കുക. അത്ര നന്നാവും. നമ്മൾ ഇനിയിപ്പം എൻ്റെ മാതിരിയാ, നന്നായോ നന്നായില്ലെന്ന് അറിയില്ല. നമ്മൾ നന്നാണ് കണക്കുണ്ട് നമുക്ക്. വല്ലാണ്ട് നന്നായാൽ മുങ്ങിട്ടിന് വലിഞ്ഞാളും അല്ലേ. കുറച്ച് നന്നായും തോന്നിയാൽ അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം. നബി പറയാണ് അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരത്തെ പറ്റി നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കൽ? ഇപ്പോൾ സുബൈ മുതൽ ലുഹർ വരെ ഇടയിലുള്ള പാപങ്ങൾ, ചെറിയ പാപങ്ങളല്ല പൊറുക്കും. ലുഹർ മുതൽ അസ്ർ വരെ, അസർ മുതൽ മഗ്രിബ് വരെ, മഗ്രിബ് മുതൽ ഇശ വരെ, അങ്ങനെ 5 നേരത്തെ നിസ്കാരവും എന്തുണ്ടാവും. അതിനിടയിലുള്ള സമയങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. എന്നിട്ട് പറയാം വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു വെള്ളിയാഴ്ച
മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള സമയം അള്ളാഹു ചെറു പാപങ്ങൾ പൊറുക്കും. എങ്ങനെയാണെങ്കിൽ മാലം തൂഷൽ കബായർ, വൻ പാപങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടില്ലേ, വൻ പാപങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടില്ലേ, നിങ്ങളുടെ ചെറിയ പാപം ഒരു വെള്ളിയാഴ്ച ജുമാ മുതൽ അടുത്ത ജുമാ വരെ പുറത്തു, ഒരു സുബൈ മുതൽ ഇഷ വരെ അപ്പോഴും പുറത്തു. അപ്പോൾ ഓരോ ദിവസവും പൊറുക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെങ്കിൽ മാലം തൂഷൽ കബായർ, കബായറുകൾ അല്ല പൊറുക്കപ്പെടാത്ത പാപം, പലിശ, മനസ്സിലായോ, ഹറാമല്ലേ. ഹറാമായത് എന്തൊക്കെ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഹറാമല്ലേ, ഓൽക്കൊന്നും ഇതില്ലട്ടോ. ഇനി ജുമാ മുതൽ മറ്റേ ജുമാ എൻ്റെ ചെറിയ പാപമല്ല. മാതാപിതാക്കളെ നിങ്ങൾ പഠിച്ചില്ലേ, മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഇജുത്തനിബു അസ്സബൽ മൂബിക്കാത്ത്, 7 മഹാപാപം, 7 അല്ല 70ഓളം മഹാപാപമുണ്ട്. 7 ഒരു ഹദീസിൽ വന്നാ, നമ്മളെ ആരും അത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഹറാമായ ഒരുപാട് കൊലപാതകം, സിഹിർ, അല്ലേ, ഇതൊക്കെ എന്താണ്, ഖത്ലുൻ നഫ്സ്, ആളെക്കൊല്ലൽ, ഇതൊക്കെ എന്താണ് വൻ പാപ. അങ്ങനത്തെ വൻ പാപങ്ങൾ വന്നില്ല, മാതാപിതാക്കളെ വേദനിപ്പിച്ചില്ല, ഇങ്ങനത്തെ തെറ്റുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ചെറു പാപങ്ങൾ ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ചെറിയ പാപങ്ങളൊക്കെ അല്ല മാപ്പാക്കും. ഇപ്പോൾ വെള്ളിയാഴ്ചൻ്റെ പവർ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ എങ്ങനെ ജുമാക്ക് പോവുക, ഇന്ന് ചൊവ്വാഴ്ച, ബുധനും കഴിഞ്ഞ് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഒരുങ്ങണം കേട്ടോ, തയ്യാറാവുമല്ലോ അല്ലേ. അല്ലാഞ്ഞാത് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മൈക്കും പോയി, ഇയാൾ ടൈമും പോയി, ഈ കറണ്ടും പോയി, AC-ൻ്റെ പൈസയും പോയി, ഒക്കെ പോകാനായാലും എൻ്റെ മുമ്പിലുള്ളത്. നിങ്ങളാരെയും പോയാൽ അയാൾ പറഞ്ഞിട്ടാ പോയത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ പറഞ്ഞ ഏതാട്ടെ, വെള്ളിയാഴ്ച നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞു, വളരെ നേരത്തെ ജുമാക്ക് പോകണം. എന്താ കാരണം? റസൂൽ പറയാണ്, ഇദാ കാന യൗമുൽ ജുമാ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദ് മലായിക, എല്ലാ പള്ളിയുടെയും വാതിലിൽ വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ ഉണ്ടാവും. എന്താ പറഞ്ഞ്, എല്ലാ പള്ളിയുടെയും വാതിലിൽ മലക്കുകൾ ഉണ്ടാവും. എന്തിന്? പള്ളിയിലേക്ക് വരുന്നവരുടെ അറ്റൻഡൻസ് എടുക്കാൻ. മനസ്സിലായി? അത് നിങ്ങൾ വിചാരിക്കും എന്ത്, ഓലാരും കണ്ടില്ല, നമ്മൾ വേഗം കയറി കുത്തിരിക്കുക. മലക്കറിയുണ്ട് ഇവിടെ. എന്നിട്ടോ അവരെന്ത് ചെയ്യും? യക്തുബൂന ലവ്വല ഫല്ലവ്വൽ, ആദ്യം വന്ന ആളുകളെ ലെഡ്ജറിൽ പേര് ചേർക്കും, ഇന്ന ആള്. എന്നിട്ടോ അത് അള്ളാഹ് കേൾപ്പിക്കാനുള്ള വെള്ളിയാഴ്ച ഇതൊക്കെ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച കേട്ടോ. എന്നിട്ട് പറയാ, ഫൈദ ജലസൽ ഇമാം മിമ്പറിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ, അതെപ്പോഴാ? ബാങ്ക് കൊടുക്കും അല്ലേ, വെള്ളിയാഴ്ചൻ്റെ ബാങ്ക് കൊടുക്കുമ്പോഴല്ലേ ഇമാം മിമ്പർമ കയറുക. മിമ്പർമ കയറി ഇരുന്നാൽ എന്തുണ്ടാവും? തവല്ല അസൂഫ്, അവരുടെ ലെഡ്ജർ, ഒരു രജിസ്റ്റർ ഉണ്ടല്ലോ, അത് പൂട്ടി വെക്കും മലക്കുകൾ. എന്നിട്ടോ വജാവു, അവർ പള്ളിക്കകത്തേക്ക് കയറുകയും വയസ്തമ്യവന ദിക്കർ ഹുത്തുബ കേൾക്കുകയും ചെയ്യും. ആര്? മലക്കുകളെ വെള്ളിയാഴ്ചൻ്റെ ഹുത്തുബ കേൾക്കും കേട്ടോ. അതുകൊണ്ട് നേരത്തെ പോകണം, എന്നാലേ ആ ലെഡ്ജർ ഉണ്ടാവും. ഒരു ഇമാം ഖത്തീബ് മിമ്പറിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഓലത് പൂട്ടി, പിന്നെ ആ വെള്ളിയാഴ്ചൻ്റെ ജുമാലിൻ്റെ ലെഡ്ജറിൽ നമ്മളില്ല. അങ്ങനെയുണ്ട്. സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ത് ചെയ്യും? തമ്പ് വെക്കണം അല്ലേ? അതെന്തിനാ? പോണതും വരുന്നു അറിയാൻ അല്ലേ? പക്ഷെ വെള്ളിയാഴ്ച പോണതും വരുന്നു നോക്കാൻ മലക്കുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ മിമ്പറിൻ്റെ മുകളിൽ നമ്മളൊക്കെ, എൻ്റെ പള്ളിയിലെല്ലാം പറഞ്ഞത്, പല പള്ളികളുടെയും അവസ്ഥ, മിമ്പറിൻ്റെ മുകളിൽ ഖത്തീബ് കയറുമ്പോൾ 3-4 വരി ഉണ്ടാവും. എന്നിട്ട് ഖത്തീബ് പറയില്ല, കയറിയിരിക്കുക എല്ലാവരും, കേട്ടില്ലേ? എന്നോട് പറഞ്ഞത് ഒരു ഖത്തീബ് എത്ര പറഞ്ഞാലും കേൾക്കൂല. കാരണം എന്താ കാരണം? ഒമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കാൻ ഇന്ന് വരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഓൻ മുത്തക്കുമല്ല. പക്ഷെ ഓന് പള്ളിക്കമ്മിൻ്റെ ആരെങ്കിലുമൊക്കെ അയക്കും, ഓനെ ബാപ്പേ എളാപ്പേ ആരൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ മരിച്ചാലും നമ്മളെന്ത് ചെയ്യും? നമ്മൾ സങ്കടപ്പെടും. സത്യത്തിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഭൂമിക്കുള്ള വേസ്റ്റായി പോവുക. അതിലൊക്കെ ഞാനും നിങ്ങളൊക്കെ പെടും, സൂക്ഷിക്കുക. അള്ളാഹു കാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആദ്യം വന്ന ആളെപ്പറ്റി റസൂലുള്ള പറയാണ്, ജുമാക്ക് ആദ്യം വന്ന്, അങ്ങനെ ഉണ്ടല്ലോ, ആദ്യത്തെ സഫിൽ വന്നിരുന്ന് അങ്ങനെ ഫുള്ളായി, പിന്നെ രണ്ടാമത്തെ സഫ് അങ്ങനെ ഫുള്ള, അങ്ങനെയുള്ളവർക്കോ റസൂലുള്ള പറയാം, മസലുൽ മുബ്ദി, ആരംഭത്തിൽ തന്നെ വന്നവൻ ക മസലില്ലതി യുഹദിൽ ബദൻ, അവൻ അള്ളാഹു അപ്പത്തന്നെ
എങ്ങനെ രേഖപ്പെടുത്തിയ അറിയോ? അവനുക്ക മസല്ലതി യുഹുദിൽ ബദൻ, ഒരൊട്ടകത്തെ ബലിയർപ്പിച്ച കൂലി വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വന്നേ. കളയണോ? ഇനിയുള്ള വെള്ളിയാഴ്ചകളെ നേടിക്കൂടെ? ഇനി അല്ല ഹയാത്ത് തന്നിട്ട് പള്ളി പോകാനുള്ള ആരോഗ്യം അല്ല തന്നിട്ടുണ്ടെങ്കിൽ അത് നേടിക്കൂടെ? വയസ്സായതിന് ശേഷം മക്കളെ തോള് പിടിച്ച് വരും ചിലവര്, യൗവനത്തിനൊന്നുമില്ല. ആ മക്കൾ വിചാരിക്കും എന്ത് വാപ്പകത്തെ കിട്ടിക്കോടച്ചിട്ട് കൊണ്ടുവരിക. അതിന് മൂപ്പര് വരുന്നുണ്ട്. കാരണം മൂപ്പർക്ക് പണിയൊന്നുമില്ല, ഇനി ഷോപ്പ് തുറക്കാനില്ല, തുറന്നിട്ട് കാര്യമില്ല. അതുമല്ല, ബാപ്പ പ്രായമാകുമ്പോഴേക്കും ബാപ്പ ദഹിച്ചുണ്ടാക്കിയ പീടി പിന്നോൻ്റെ കൈമലാക്കിയിട്ടുണ്ടാവും. എല്ലാവരുടെ പീടിയും നിങ്ങൾ വരണ്ട, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾക്ക് ദിവസം 1000 ഉറുപ്പ്യ തരാം. ആയിരിക്കും പറയാം, സാനിറ്ററി ആയിരിക്കുമല്ലേ, നമ്മളെ പഴയ ഫ്രണ്ടല്ലേ? ഓക്കെ, അപ്പം 1000 ഉറുപ്പ്യ തരാം, കേക്കട്ടോ. എന്നിട്ട് ഓൻ്റെ താക്കോൽ കൊടുത്തിട്ടല്ലോ ഒരാഴ്ച തരും, ദപ്പ 1000 ഉറുപ്പ്യ. അപ്പം ആൽക്കേക്കത് ആവും നയിക്കാണ്ട സുഖമായിട്ട് എൻ്റെ മക്കൾ എന്നോട് കാണിച്ചൊരു ഹൈറേ. ഒരാഴ്ച കഴിഞ്ഞാൽ എന്ത് വരുന്നത് അറിയോ? നിങ്ങൾക്ക് ഇപ്പം ഇതിലെ പൈസ താഴോട്ട് വെക്കാനോ? അത് കൂടി കച്ചവടം ചെയ്തൊക്കെ കാര്യം. നിങ്ങൾ ബിസിനസ് മാനല്ലേ? ബിസിനസ്മാൻക്ക് ബിസിനസ്മാൻ്റെതായ മൈൻഡ് ഉണ്ടാവണം. പിന്നെ പൈസയില്ല, ഒന്നുമില്ല. അതൊക്കെ അറിഞ്ഞോണ്ടാവും വിധിത്തരെ കുത്തിയിരിക്കുന്നു. അങ്ങനെ കുടിക്കുമല്ലോ കേട്ടോ. ചിലവര് എത്ര പാഠം പഠിച്ചാലും പഠിക്കൂല. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടെന്ന് പഴയ കാരണവന്മാർ വെറുതെ പറഞ്ഞതല്ല. അത് നടക്കൂല. കാരണം അവരുടെ ലോകം വെട്ടിപ്പിടിക്കും. കാരണം അവർക്ക് നമ്മൾ വേസ്റ്റാണ്, കൊണ്ടുകണ്ട് വലിയ കാര്യമൊന്നുമില്ല. എത്രയോ ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ മക്കൾ ബാപ്പനെയൊക്കെ ഗൾഫ് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. വന്ന ഉടനെ തന്നെ ഡോക്ടറോട് പറയാൻ എന്താ പറയുക, ഒരാഴ്ച ഒഴിവുണ്ട് ഡോക്ടർ, ഞാൻ സൗദിയിൽ നിന്ന് വന്നതാണ്, ഒരാഴ്ച ഒഴിവുള്ളൂ, എന്തെങ്കിലും ആവുമോ ഒരാഴ്ച കൊണ്ട്? എന്ത് രക്ഷപ്പെടുമെന്നല്ല, ഇതെങ്ങനെയും ഒഫാത്തായി കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മൗലവി വെറുതെ പറയുകയാണ്. നിങ്ങളെ മക്കളോട് വെച്ച് നോക്കിയിട്ട് എൻ്റെ ഉള്ളിലില്ലേ നെഞ്ഞത്ത് കൈവച്ചിട്ട് കയ്യിലൊരു മുസ്തഫും കൂടി ചോദിച്ചു നോക്കി. ആണ്ടി പെണ്ണിൻ്റെ ഉള്ളിലുണ്ട്. പറയലെന്നെ എങ്ങനെ അറിയോ? ഇപ്പം എന്നെപ്പോലത്തെയും ബീരാങ്കോയക്കനെ പോലത്തെ ആൾക്കാർ മരിച്ചാൽ നമ്മളെ മക്കളെന്താ പറയുക അറിയോ? നിങ്ങൾക്ക് മക്കളില്ലേ? അപ്പോൾ എന്താ പറയുക അറിയോ? വല്യാപ്പ പോയി ഇന്നലെ, വല്യാപ്പ വല്യാപ്പങ്ങനെ ഇടിച്ച് നടന്ന് പോയി കബറിൽ പോയി കെടുത്ത ഭാര്യ. നേരെ ചോൻ്റെ കുട്ടി അടിച്ചപ്പോഴോ നിൻ്റെ കുട്ടീനെ അല്ല കൊണ്ടുപോയി, വല്യാപ്പ പോയി, വല്യാപ്പ നടന്നങ്ങ് പോയി, നിൻ്റെ കുട്ടീനെ അല്ല കൊണ്ടുപോയി. അല്ലേ? പ്രയോഗം തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളൂ കേട്ടോ. ഈ ഗ്യാപ്പ് വരുത്താനല്ല ഞാൻ പറയുന്നത്, ഹക്ക് ബോധ്യപ്പെടുത്തുക. ചിലവർ വിചാരിക്കുക എന്താ അറിയോ? എല്ലാവരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അവനവൻ്റെ കൈക്ക് തലവെക്കാൻ അവനവൻ്റെ കയ്യേ ഉണ്ടാവും, മറക്കണ്ട കേട്ടോ. ഇതെല്ലാം കേൾക്കാനാണല്ലോ നിങ്ങൾ വരുന്നു ഇവിടെ, അല്ലേ? ഒരു സമാധാനമാണ് അല്ലേ? കാരണം ചിലപ്പോൾ പോയി ഉണ്ടായ മോലൊക്കെ നഷ്ടപ്പെട്ടവർ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും. ഇനി പോകേണ്ട ഇല്ലാത്തവർക്ക് ഈ ഡയറക്ഷൻ ചിലപ്പോൾ ഉപകാരപ്പെടുകയും ചെയ്യും, അല്ലേ? അപ്പം നോക്കാം നമുക്ക് എന്താ പറഞ്ഞത്. ഇപ്പം ആദ്യം വന്ന ആൾക്ക് ഇപ്പം എന്താ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിയത്? ഒരൊട്ടകത്തെ ബലിയർത്തതിൻ്റെ പ്രതിഫലം. ഇനിയോ സുമ്മ, പിന്നെ കല്ലതി യുഹുദിൽ ബക്കറ, പിന്നെ രണ്ടാമത് പള്ളിയിലേക്ക് കയറി വന്നു. രണ്ടാമത്തെ സഫിൽ, ഒന്നാമത്തെ സഫിലുള്ള എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം എഴുതിയത് ഒരൊട്ടകത്തെ ബലിയർപ്പിച്ച കൂലി. രണ്ടാമത്തെ സഫിൽ വന്നവർക്കോ കല്ലതി യുഹുദിൽ ബക്കറ, ഒരു പശുവിനെ ബലിയർത്തതിൻ്റെ കൂലിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തേലോ കല്ലതി യുഹുദിൽ കബിഷ, ഒരാടിനെ ബലിയർത്ത പ്രതിഫലം. നാലാമത്തേലോ സുമ്മ കല്ലതി യുഹുദി ദജാജ, ഒരു കോഴിയെ ബലിയർപ്പിച്ച പ്രതിഫലം. സുമ്മ കല്ലതി യുഹുദിൽ ബയല, പിന്നെ അവസാനത്തെ സഫിലെത്തുമ്പോഴേക്കും ഒരു കോഴിമുട്ട ബലിയർപ്പിച്ച. അപ്പം എന്താ, ഖത്തീബ് മിമ്പർമേൽ എത്തിപ്പോയി, അതിൻ്റെ മുമ്പ് എത്തിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഖത്തീബ് മിമ്പറിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലോ മലായിക്കളുടെ ലെഡ്ജർ എടുത്ത് പോവുകയും ചെയ്തു. നമ്മൾ ആ വെള്ളിയാഴ്ച നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. അത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വെള്ളിയാഴ്ച ദിവസമാണ് സ്വർഗത്ത് കയറ്റിയത്. സ്വർഗപ്രവേശനം വെള്ളിയാഴ്ച. ഇത് വഫീഹി ഉദ്ഖിലൽ ജന്ന,
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗപ്രവേശനം നൽകിയ വെള്ളിയാഴ്ചയാണ്. ഓ ഫീഹി ഉഹ്രിജ മിൻഹ, വെള്ളിയാഴ്ച തന്നെയാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദം നബിനെ പുറത്താക്കിയത് കേട്ടോ. അപ്പോൾ അകത്ത് കയറാൻ പറ്റിയ ദിവസമാകണം. ആ നിലക്ക് ശ്രദ്ധിക്കണം. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ മാറോട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് അവനവൻ്റെ മയ്യത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒരു പാതയമുണ്ടാകണമെന്ന ചിന്തയോടുകൂടി ജീവിക്കുക. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇവിടെ ഒത്തുകൂടിയതിനും ഈ ശബ്ദം കേട്ടതിനും ഈ ശബ്ദം വിശദീകരിച്ചതിനും നമുക്കെല്ലാം അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പവിത്രമായ സ്ഥലങ്ങളെയും ദിവസങ്ങളെയും സമയങ്ങളെയും ഒക്കെ ആദരിക്കാനുള്ള തഖ്വയുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിലും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ അള്ളാഹു ഇടം നൽകുമാറാകട്ടെ. ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.